വെൽക്കം ടു സിമ്പിൾ ടോക്സ് ബൈ നന്ദ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൊഡ്യൂൾ 5 ആണ്. മൊഡ്യൂൾ 5ലെ ടോപ്പിക്സ് മെയിനായിട്ട് 2 പാർട്ടായിട്ടാണ് ഡിവൈഡ് ആയിരിക്കുന്നത്. വെബ് മൈനിങ്ങും ഉണ്ട്, ടെക്സ്റ്റ് മൈനിങ്ങും ഉണ്ട്. ആദ്യം നമുക്ക് വെബ് മൈനിങ് എന്താണെന്ന് നോക്കാം. വെബ് മൈനിങ് എന്ന് പറയുമ്പോഴത്തേക്കും യൂസ്ഫുൾ ആയിട്ടുള്ള പാറ്റേൺസും ഇൻഫർമേഷൻസും വെബ് ഡേറ്റയിൽ നിന്നും എക്സ്ട്രാക്റ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് വെബ് മൈനിങ് എന്ന് പറയുന്നത്. ഈ വെബ് ഡേറ്റ എന്ന് പറയുമ്പോഴത്തേക്കും അതിൽ വെബ് പേജസ് വരാം, ലിങ്ക്സ് വരാം, യൂസർ ബിഹേവിയർ ഒക്കെ വരാം. ഇനി വെബ് മൈനിങ് എന്ന് പറയുന്നത് ഡേറ്റ മൈനിങ്ങിൻ്റെ സബ്സെറ്റാണ്. ഈ വെബ് മൈനിങ് പിന്നെയും 3 ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ പറയുന്നത് വെബ് കോണ്ടൻറ്റ് മൈനിങ് എന്നാണ്. സെക്കൻഡ് വൺ വെബ് സ്ട്രക്ചർ മൈനിങ്. തേർഡ് വൺ വെബ് യൂസേജ് മൈനിങ്. ഈ വെബ് കോണ്ടൻറ്റ് മൈനിങ് പിന്നെയും ഫർദറായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ടെക്സ്റ്റ്, ഇമേജ്, ഓഡിയോ, വീഡിയോ, ലിസ്റ്റ് ഓർ ടേബിൾ റെക്കോർഡ്. ഇനി വെബ് സ്ട്രക്ചർ എന്ന് പറയുന്നത് ഫർദറായിട്ട് 2 ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഹൈപ്പർ ലിങ്ക്സ് ഉണ്ട്, ഡോക്യുമെൻറ്റ് സ്ട്രക്ചർ ഉണ്ട്. ഈ ഹൈപ്പർ ലിങ്ക്സ് പിന്നെയും 2 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇൻട്രാ ഡോക്യുമെൻറ്റും ഉണ്ട്, ഇൻ്റർ ഡോക്യുമെൻറ്റും ഉണ്ട്. ഇനി വെബ് യൂസേജ് മൈനിങ് എന്ന് പറയുന്നത് 3 ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. വെബ് സെർവർ ലോഗ്സ് ഉണ്ട്, ആപ്ലിക്കേഷൻ സെർവർ ലോഗ്സ് ഉണ്ട്, ആപ്ലിക്കേഷൻ ലെവൽ ലോഗ്സ് ഉണ്ട്. ഇത്രയാണ് വെബ് മൈനിങ് എന്ന് പറയുന്ന ടോപ്പിക്ക് കംപ്ലീറ്റ് ആയിട്ട്. ഇതിൽ ഓരോന്നും നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുക. ഞാനിപ്പോൾ ജസ്റ്റ് ഒരു ഓവർവ്യൂ മാത്രമാണ് തരുന്നത്. ഇനി അടുത്ത ടോപ്പിക്കാണ് നമ്മുടെ ടെക്സ്റ്റ് മൈനിങ് എന്നുള്ളത്. ടെക്സ്റ്റ് മൈനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെയിം വെബ് മൈനിങ് പോലെ തന്നെ മീനിങ് ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷനും പാറ്റേൺസും ടെക്സ്റ്റ് ഡേറ്റയിൽ നിന്നാണ് എക്സ്ട്രാക്ട് ചെയ്യുന്നത്. മറ്റടുത്ത് എന്തായിരുന്നു? വെബ് ഡേറ്റ. ഇവിടെ എന്താണ് വ്യത്യാസം വരുന്നത്? ടെക്സ്റ്റിൽ നിന്നാണ് എക്സ്ട്രാക്ട് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ടെക്സ്റ്റ് മൈനിങ് എന്ന് വിളിക്കുന്നത്. ഈ ടെക്സ്റ്റ് ഡേറ്റ എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ ഇമെയിൽസ് ആവാം, ആർട്ടിക്കിൾസ് ആവാം, ഡോക്യുമെൻറ്റ്സ് ആവാം. ഇനി ഇതിൻ്റെ ജസ്റ്റ് ഒരു ഫിഗറും കൂടെ നോക്കുക. അതായത് ഒരു സാമ്പിൾ ഡോക്യുമെൻ്റ് ആണ് നമ്മൾ ട്രാൻസ്ഫോർമേഷന് കൊടുക്കുന്നതെങ്കിൽ അത് ട്രാൻസ്ഫോർമേഷൻ കഴിഞ്ഞിട്ട് റെപ്രസെൻറ്റേഷൻ മോഡലിലോട്ടാണ് പോകുന്നത്. അവിടുന്ന് ലേണിങ്ങിലേക്ക് പോകുന്നു. പിന്നെ സ്പെസിഫിക് മോഡൽസ്, അവിടുന്ന് നോളജ് എക്സ്ട്രാക്ട് ചെയ്യുന്നു, ഫൈനലി വിഷ്വലൈസ് ചെയ്യുന്നു. ഈ ടെക്സ്റ്റ് ഡോക്യുമെൻറ്റും കൂടെ ഈ ഒരു പാർട്ടിലേക്ക് ജോയിൻ ചെയ്യുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇത്രയും നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക.